ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് കഴിയുന്ന അല്ലെങ്കിൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ബേസിക്കലി എന്താണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജന്റ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒന്ന്, ഗ്യാസ്ട്രിക് അസിഡിറ്റി, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഗ്യാസിന്റെ അളവിനെ കുറയ്ക്കുക എന്നുള്ളതും. ഇനി ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, വാട്ടർ ഫ്ലോ ഒക്കെ റെഗുലേറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഇൻ റിസൾട്ടിങ് ഡൈജഷൻ കൂട്ടുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അസിഡിഫൈസ് ഉണ്ട്, ആന്റാസിഡ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ആൻഡ് അഡ്സോർബൻസ് ഉണ്ട്, സലൈൻ കത്രാറ്റിക്സ് ഉണ്ട്. ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ വയറ്റിലും ഇൻഡസ്ട്രീനിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലാണല്ലോ നമുക്ക് ആസിഡ് ഉള്ളത് അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്യാസിഡ് ഉള്ളത്, അവിടെ നേരെ ഇൻഡസ്ട്രീനിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ വയറും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രീൻ എന്നൊക്കെ പറയുന്നത് ഡൈജഷനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ആ സമയത്ത് എക്സസ് ആയിട്ട് ആസിഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെ ഒരുപാട് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ആസിഡിഫയർ ആണെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡിഫയർ, യൂറിനറി ആസിഡിഫയേഴ്സ് ആൻഡ് സിസ്റ്റമിക് ആസിഡിഫയേഴ്സ് എന്നും, ആന്റാസിഡ് ആണെങ്കിൽ സിസ്റ്റമിക്, നോൺ സിസ്റ്റമിക് എന്നും രീതിയിൽ ക്ലാസിഫൈ ഫർദർലി ചെയ്യുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് അസിഡിഫയേഴ്സ്? സോ അതിൽ ഗ്യാസ്ട്രിക് ആസിഡിഫയേഴ്സ് ആണ്. ഇൻക്രീസ് സ്റ്റൊമക് അസിഡിറ്റി ഇൻ കണ്ടീഷൻ ലൈക്ക് അക്ലോറോഹൈഡ്രിയ ആൻഡ് ഹൈപ്പോക്ലോർഹൈഡ്രിയ. അതായത് നമുക്ക് ഗ്യാസ്ട്രിക് ആസിഡ് HCl സെക്രീഷൻ അളവ് കുറവാണ്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് ഗ്യാസ്ട്രിക് ആസിഡിഫയർ എന്ന് പറയാം. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ബോഡിയിൽ ആസിഡ് ഇല്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഗ്യാസ്ട്രിക് ആസിഡിഫയേഴ്സ് കൊടുക്കാം എന്നുള്ളതാണ്. So next one is urinary acidifiers ആണ്. So maintain urine pH or removing acidic urine to treat urinary tract infection. So നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെയാണ് കൂടുതലായിട്ട് യൂറിനറി അസിഡിഫയർ കൊടുക്കുക. നമ്മുടെ യൂറിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏകദേശം നമ്മുടെ ഈ ഒരു യൂറിനറി അസിഡിഫയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈ സിസ്റ്റമിക് അസിഡിഫയേഴ്സ് ആണ്. ന്യൂട്രലൈസ് ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മളെ ബോഡി ഫ്ലൂയിഡ്സ്, ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യുകയും ബേസിക്കലി ബ്ലഡ് അതിനൊക്കെയാണ് നമ്മൾ കൂടുതലും കൊടുക്കുക. സിസ്റ്റമിക് ആൽക്കലോസിസ് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സിസ്റ്റമിക് അസിഡിഫയേഴ്സ് കൂടുതലായിട്ടും കൊടുക്കുക. എക്സാമ്പിൾ ഓഫ് അസിഡിഫയേഴ്സ് ആണ് അമോണിയം ക്ലോറൈഡ്, ഫോർമുല NH4Cl ആണ്. മൈൽഡ്ലി അസിഡിക് ആണ്, ഓർഡർലെസ് ആണ്, വൈറ്റ് സോൾട്ട് ഹൈഗ്രോസ്കോപ്പിക് ആണ്, വാട്ടറിലും ഗ്ലിസറോളിലും സോലുബിൾ ആണ്, എഥനോളിൽ ഇൻസോലുബിൾ ആണ് എന്നുള്ളതാണ്. യൂസ് പറയുവാണെങ്കിൽ എക്സ്പെക്ടോറന്റ് ഇൻ കഫ് മെഡിസിൻ, നമ്മൾ ചുമയ്ക്കുന്ന മരുന്നുകളിലൊക്കെ അമോണിയം ക്ലോറൈഡ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇൻഡ്യൂസസ് മെറ്റബോളിക് ആസിഡോസിസ് ബൈ ഇറിറ്റേറ്റിംഗ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ ലീഡിംഗ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്. നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് ഗ്യാസ്ട്രിക് മ്യൂക്കോസ ലൈനിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ച് പൂക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ മ്യൂരിയാറ്റിക് ആസിഡ് എന്ന് പറയാറുണ്ട്. ഇത് സിനോണിം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളാം. സോ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ സോഡിയം ക്ലോറൈഡ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താണ്? സോഡിയം ക്ലോറൈഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു? നമുക്ക് HCl കിട്ടുന്നു. സോ കളർലെസ് ഫ്യൂമിംഗ് ലിക്വിഡ് വിത്ത് പഞ്ചന്റ് ഓർഡർ ആണ്. ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുക പോലെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഹൈലി സോലബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ ആണ്. സ്ട്രോങ് ആസിഡ് ദാറ്റ് റിയാക്ട് വിത്ത് മെറ്റൽ ഫോർ ഹൈഡ്രോക്ലോറൈഡ്സ്. സോ സ്ട്രോങ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി സ്ട്രോങ് ആസിഡ് ആണ്. ഈവൻ ഡൈലൂട്ട് അല്ല, കോൺസെൻട്രേറ്റ് ആണെങ്കിൽ പോലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറൈഡ്സുകൾ ഉണ്ടാക്കാറുണ്ട്. ആസിഡിഫൈയിങ് ഏജന്റ് ആണ്. നമ്മുടെ പെപ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യാറുണ്ട്. പ്രിവെന്റ് pH എലിവേഷൻ എബോവ് 7 ഫ്രം വാട്ടർ സോലുബിൾ ആന്റാസിഡ്. സോ മോർ ദാൻ 7 എന്ത് ചെയ്യുന്നു? അത് റെഗുലേറ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗ്യാസ്ട്രിക് ആസിഡിഫയർ പറഞ്ഞു, അക്ലോർ ഹൈഡ്രിയ അല്ലെങ്കിൽ ഹൈപ്പോക്ലോർ ഹൈഡ്രിയയിൽ കൊടുക്കുകയാണ്. യൂറിനറി ആസിഡിഫയർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സിസ്റ്റമിക് ആസിഡിഫയർ ആണെങ്കിൽ സിസ്റ്റമിക് ആൽക്കലോസിസ്, അമോണിയം ക്ലോറൈഡ് ഞാൻ പറഞ്ഞു, NaCl H2SO4 മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ ഈസ് ആന്റാസിഡ് ആണ്. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈപ്പർക്ലോർഹൈഡ്രിയ റിലീഫ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആന്റാസിഡിന്റെ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ സിസ്റ്റമിക്കും ഉണ്ട്, നോൺ സിസ്റ്റമിക്കും ഉണ്ട്. സിസ്റ്റമിക് ആന്റാസിഡ് ആണെങ്കിൽ സോലുബിൾ അബ്സോർബ്ഡ് ഇൻ ബ്ലഡ് സ്ട്രീം മേ കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്. നമ്മൾ സിസ്റ്റമിക് ആയിട്ട് ആന്റാസിഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സിസ്റ്റമിക് ആൽക്കലോസ് ഉണ്ടാവാറുള്ളത് എന്നതാണ്. ആൻഡ് എക്സാമ്പിൾ സോഡിയം ബൈകാർബണേറ്റ് ആണ്. നോൺ സിസ്റ്റമിക് ആണെങ്കിൽ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി അബ്സോർബ്, നോ സിസ്റ്റമിക് എഫക്ട്. അങ്ങനെ നമുക്ക് എന്താണ് നോൺ സിസ്റ്റമിക് ആണ്, പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്ലഡിലൊന്നും അബ്സോർബ് ആവില്ല ആൻഡ് നോ സിസ്റ്റമിക് എഫക്റ്റ് ആണ്. എക്സാമ്പിൾ അലുമിനിയം സോൾട്ട്, അതിൽ തന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഫോസ്ഫേറ്റ്. കാൽഷ്യം സോൾട്ട് ആണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്,
ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ്, മെഗ്നീഷ്യം സോൾട്ട് ആണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം കാർബണേറ്റ്. ഇനി ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് അന്റാസിഡ്, ഒരു അന്റാസിഡ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഏതൊരു അന്റാസിഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു അന്റാസിഡ് നമ്മൾ എടുക്കുമ്പോഴും അതിന് കുറച്ച് ഐഡിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ഫൈൻ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം, അപ്പോൾ അബ്സോർപ്ഷൻ റേറ്റ് കൂടുകയാണ് ചെയ്യുക. റാപ്പിഡ് എഫക്റ്റ് ആണ്, നമ്മൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആയിരിക്കണം നമുക്കത് കിട്ടേണ്ടത്, അല്ലാതെ കുറേ നേരം കഴിഞ്ഞിട്ടല്ല. ആൻഡ് ലോങ് ടേം എഫിഷ്യൻസി വേണം, കുറേ നേരത്തേക്ക് നമുക്ക് എഫിഷ്യൻസിൻ്റെ ആവശ്യമാണ്. നോൺ ടോക്സിക്, വിഷമില്ലായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കേടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഷുഡ് നോട്ട് കോസ് ലക്സേറ്റീവ് എഫക്റ്റ് ഓഫ് സിസ്റ്റമിക് ആൽക്കലോസിസ്. സിസ്റ്റമിക് ആൽക്കലോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്ക് അതിന് ഫർദർലി ആൻഡോട്ട കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഒരു കാരണവശാലും സിസ്റ്റമിക് ആൽക്കലോസിസോ അല്ലെങ്കിൽ ലക്സേറ്റീവ് എഫക്റ്റോ ഉണ്ടാകാനായിട്ട് പാടില്ല. ലക്സേറ്റീവ് എഫക്റ്റ് വെച്ചാൽ നമുക്ക് GI മോട്ടിലിറ്റി കൂട്ടി നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഒക്കെ പെട്ടെന്ന് പുറത്തു പോകും കേട്ടോ, വാട്ടറി കൈൻഡ് ഓഫ് ഒക്കെ ആയി പോവാണ് ചെയ്യേണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. ബേക്കിംഗ് സോഡ, മിഥാ സോഡ എന്നൊക്കെ പറയും. സോ ഫോംഡ് ബൈ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ത്രൂ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് NaHCO3 കിട്ടുന്നത്. പേര് പറഞ്ഞ പോലെ തന്നെ NaH, അപ്പോൾ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ആൻഡ് CO3 കാർബൺ ഡൈ ഓക്സൈഡ്. സോ അത് 3 ആണ്, CO3 ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് വൈറ്റ് ക്രിസ്റ്റലൈൻ അമോർഫസ് പൗഡർ, സലൈൻ ടേസ്റ്റ് ഒക്കെയാണ്. സോലബിൾ ഇൻ വാട്ടർ, ഇൻസോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. യൂസ് പറയുവാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റെപ്ലനിഷർ ആണ്. ന്യൂട്രലൈസസ് ആസിഡ്, യൂസ് ടു ബേൺ ആൻഡ് ഇൻസെക്ട് ബൈറ്റ്സ്. സോ നമുക്ക് ഈ ബേൺസും ഇൻസെക്ട് ബൈറ്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇൻസെക്ട് ബൈറ്റിലൊക്കെ ചെറിയ ഇപ്പം ഉറുമ്പ് കടിക്കുകയാണെങ്കിൽ ഫോമിക് ആസിഡ് ഒക്കെ ആയിരിക്കും ഉണ്ട്. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കുന്നത് ന്യൂട്രലൈസ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻസെക്ട് ബൈറ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, AlOH3 ആണ്. സിനോണിം അലുമിനിയം ഹൈഡ്രേറ്റ്സ് പൗഡർ ആണ്. ഫോംസ് പറയുവാണെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല് നമുക്ക് കിട്ടും കേട്ടോ. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലായിട്ടാണ് നമുക്ക് കിട്ടുക. വൈറ്റ് വിസ്കസ് സസ്പെൻഷൻ ആണ്. ആൻഡ് ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. pH 5.5 to 8.0 ആണ് കേട്ടോ, മറന്ന് പോകരുത്. ഇനി ഡയറക്റ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, മിക്കവാറും അലുമിനിയം ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടും എഴുതാതെ ഇരിക്കരുത്. വൈറ്റ് ഓർഡർലെസ് സ്റ്റേറ്റ്ലെസ് പൗഡർ ആണ്. ഇൻസോലബിൾ ഇൻ വാട്ടർ, ആൽക്കഹോൾ, ബട്ട് ഡിസോൾവ് ഇൻ ആസിഡ്സ് ആണ്. ഫോം ജെൽ അപ്പോൺ പ്രൊലോങ്ഡ് കോൺടാക്ട് വിത്ത് വാട്ടർ. നമ്മൾ വെള്ളമായിട്ട് കുറേ നേരം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ജെല്ല് പോലെ ഫോം ആയിട്ട് മാറുവാണ് ചെയ്യാം. അലുമിനിയം ക്ലോറൈഡും അമോണിയവും അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഡ്രൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഡ്രൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലാണ്. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ജെല്ല് ഫോം ചെയ്യുന്നു. യൂസ് ആന്റാസിഡ്, അബ്സോർബ് ആസിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നെക്സ്റ്റ് വൺ ഇസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. MgOH2 ആണ്. സിനോണിം പറയുവാണെങ്കിൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. പ്രിപ്പറേഷൻ പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ബൈ റിയാക്ടിങ് മെഗ്നീഷ്യം സോൾട്ട് വിത്ത് ബേസിക് വാട്ടർ. സോ നമ്മുടെ ബേസിക് വാട്ടറും മെഗ്നീഷ്യം സോൾട്ടും കൂടെ റിയാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കൊമേഴ്സ്യലി പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് സീ വാട്ടർ വിത്ത് ലൈം. സോ നമ്മൾ ഇപ്പം ഇത് നമുക്ക് എപ്പോഴും പോസിബിൾ അല്ല, പക്ഷെ സീ വാട്ടറും ലൈമുമായിട്ട്, കാര്യം മെഗ്നീഷ്യം സോൾട്ട് വിത്ത് ബേസിക് വാട്ടർ ആണ്. സോ ലൈമും സീ വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് പ്രോപ്പർട്ടീസ് വൈറ്റ് ഓർഡർലെസ് പൗഡർ, സോലബിൾ ഇൻ ആസിഡ്, ഇൻസോലബിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് വാട്ടർ ആണ്. യൂസ് ലക്സേറ്റീവ് ടു റിലീവ് കോൺസ്റ്റിപ്പേഷൻ, ലക്സേറ്റീവ് ആണ്. ആൻഡ് ഹാർട്ട് ബേൺ ആൻഡ് ഇൻഡൈജഷൻ. ലക്സേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹാർട്ട് ബേൺ, ഇൻഡൈജഷൻ, നമുക്ക് ദഹിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിരിച്ചിലൊക്കെ വരാറില്ലേ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആന്റാസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരൊറ്റ മരുന്ന് മാത്രം കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ കോമ്പിനേഷൻ ഓഫ് മരുന്നുകളൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി കദ്രാറ്റിക്സ് ആണ് അല്ലെങ്കിൽ ലക്സേറ്റീവ്. കദ്രാറ്റിക്സ് പ്രൊമോട്ട് ഡെഫിക്കേഷൻ അല്ലെങ്കിൽ ബൗവൽ മൂവ്മെന്റ് കൂട്ടുവാണ് ചെയ്യുക. കദ്രാറ്റിക്സ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുവാണ്, നമുക്ക് മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. ആൻഡ് ചില പേഷ്യന്റിന് ഹെമറോയിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഹെമറോയിഡ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് എപ്പോഴും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അബ്ഡോമിൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. ഹെർണിയ ഉള്ള പേഷ്യൻസിന്, ബ്ലഡ് പ്രഷർ കൂടുന്ന ആൾക്കാർക്ക് ഡെഫിക്കേഷൻ നമ്മൾ ഈസി ആക്കാൻ വേണ്ടി, ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല മെഡിക്കൽ ഇമേജിങ്, ഇപ്പം നമ്മുടെ വയറിനകമൊക്കെ നമുക്ക് ഇമേജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വയർ ക്ലീൻ ചെയ്യണമല്ലോ, അതിനുവേണ്ടി നമ്മൾ ലാക്സേറ്റീവ് കൊടുക്കാറുണ്ട്.
ഇനി ക്ലാസിഫിക്കേഷൻ ലക്സേറ്റീവ് പറയുവാണെങ്കിൽ ബൾക്ക് ഫോമിംഗ് ലക്സേറ്റീവ് ആണ്. ഇവിടെ വെള്ളം അബ്സോർബ് ചെയ്ത് ബൾക്കാവും, അധികം അളവ് കൂടുകയാണ് ചെയ്യുക. അങ്ങനെ അളവ് കൂടുന്ന സമയത്ത് നമ്മളെ വയറ്റിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള ഒരു ആക്ടിവിറ്റി കാണിക്കുവാണ്. സൈലിയം, മീഥൈൽ സെല്ലുലോസ് ആണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് സ്റ്റൂൾ സോഫ്റ്റനിങ് ആൻഡ് ലൂബ്രിക്കൻ്റ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളവും ഫാറ്റും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് കൊടുക്കുന്നു. ഇൻഡസ്ട്രിയൽ വോളിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുടലിന്റെ ഭാഗത്ത് പോയിട്ട് ലൂബ്രിക്കേഷൻ എഫക്റ്റ് കൊടുത്ത് പുറത്തേക്ക് തള്ളുന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റൂൾ സോഫ്റ്റ്നസ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിമുലൻ പർഗേറ്റീവ് ആണ്. ഇവിടെ പെരിസ്റ്റാൾസിസ് കൂട്ടുകയും ഇൻഡസ്ട്രിയൽ നെർവ് സ്റ്റിമുലേഷനും കൂട്ടുകയാണ് ചെയ്യുക. സെന്ന, സോഡിയം പിക്കോസൾഫേറ്റ്, കാസ്റ്റർ ഓയിൽ ആണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് ഓസ്മോട്ടിക് പർഗേറ്റീവ് ആണ്. ഇവിടെ വെള്ളം കൂടുതലായിട്ട് ഓസ്മോസിസ് വഴി അബ്സോർബ് ചെയ്യുകയും വെള്ളത്തിന്റെ കണ്ടന്റ് ബൗവലിൽ കൂട്ടിയിട്ട് പുറത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക. മെഗ്നീഷ്യം സോൾട്ട്, സോഡിയം സോൾട്ട് ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പം ബൾക്ക് ഫോമിംഗ് ലക്സേറ്റീവ്, സോഫ്റ്റനർ ആൻഡ് ലൂബ്രിക്കൻ, സ്റ്റിമുലൻ പർഗേറ്റീവ് ആൻഡ് ഓസ്മോട്ടിക് പർഗേറ്റീവ് എക്സാമ്പിൾസ് പഠിക്കുക, ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്ന് പറയാറുണ്ട്. ഒബ്ടൈൻ ഫോർ റിയാക്ടിംഗ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വിത്ത് മെഗ്നീഷ്യം കാർബണേറ്റ് ഓർ ഓക്സൈഡ്. സോ ഒന്നെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റോ അല്ലെങ്കിൽ ഓക്സൈഡ്സ് വെച്ചിട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ കളർലെസ് ക്രിസ്റ്റൽ, ബിറ്റർ സലീൻ ടേസ്റ്റ് ആൻഡ് സോലബിൾ ഇൻ വാട്ടർ ആണ്. സോ സലീൻ ലക്സേറ്റീവ് ആണ്. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന പേഷ്യൻസ് നമുക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. ആൻഡ് കോളിസിസ്റ്റിക് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ബോയിൽസിനൊക്കെ, ബോയിൽസ് അറിയാമല്ലോ അല്ലെ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ വെച്ചാൽ ടെൻഷൻ അളവ് BP കൂടുവാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും ടെൻഷൻ കൂടണമെന്ന് പറയരുത്. പണ്ടത്തുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മളിത് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സമയത്തുമ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ടെൻഷൻ കൂടുന്നതുകൊണ്ടാണ്, ടെൻഷൻ കൂടുതലാണ് ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല. പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ബോയിൽസ് ഇല്ലേ, അതായത് നമുക്ക് സ്കിൻ അബ്സഷൻ ഒക്കെ ഉണ്ടാവാറില്ല, അതിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് ആണ്. ഫോർമുലേറ്റഡ് ബൈ റിയാക്ടിങ് ഫോസ്ഫോറിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ ഫോസ്ഫോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. ഓർഡർലെസ് ക്രിസ്റ്റലൈൻ സലൈൻ ആസിറ്റേസ് ഫ്രീലി സോലബിൾ ഇൻ വാട്ടർ, യൂസ്ഡ് ഇൻ സലൈൻ കതറാറ്റിക്, ബഫർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ, ആന്റി കേക്കിംഗ് ഏജന്റ്. സോ അതൊരു സലൈൻ കതറാറ്റിക് ആണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിലൊക്കെ ബഫർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ബഫറൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആന്റി കേക്കിംഗ് ഏജന്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കയോലിൻ ആണ്. സോ ചൈന ക്ലേ എന്ന് പറയാറുണ്ട്. മിക്കവാറും എക്സാംസിനൊക്കെ ചൈന ക്ലേ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ദാറ്റ്സ് കോൾഡ് കയോലിൻ ആണ്. പ്യൂരിഫൈഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് HCl or H2SO4. ആൻഡ് വൈറ്റ് ആണ്, സോഫ്റ്റ് ടെക്സ്ചർ, ഓർഡർലെസ് ആണ്. ഡയറിക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഡസ്റ്റിംഗ് പൗഡർ, ടാബ്ലറ്റ് ഡൈലുവൻ്റ് ആയിട്ടും ഫുഡ് അഡിറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ബെൻഡോനൈറ്റ് ആണ്. സോപ്പ് ക്ലേ ആണ്. സോ പ്യൂരിഫൈഡ് ആൻഡ് ആക്ടിവേറ്റ് വിത്ത് സോഡ ടു പ്രൊഡ്യൂസ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ബെൻഡോനൈറ്റ്. സോ ഒന്നെങ്കിൽ പ്യൂരിഫൈഡോ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് വിത്ത് സോഡയുമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൻഡോനൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സോപ്പ് ക്ലേ എന്നൊരു പേര് വരുന്നത് കേട്ടോ. സോ പ്രോപ്പർട്ടീസ് വൈറ്റ് പെയിൽ, ബഫ് പൗഡർ, ഓർഡർലെസ്, ഇൻസോൾബിൾ വാട്ടർ ആണ്. സോ ഇൻഡസ്ട്രിയൽ ഡിറ്റോക്സിഫിക്സ്, നമ്മുടെ വയറ്റിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഡിറ്റോക്സിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, സസ്പെൻഡിങ് ഏജന്റ്, ഹെവി മെറ്റൽ ആൻഡ്രോയിഡ് ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കണേ. ഹെവി മെറ്റലൊക്കെ നമ്മൾ കഴിച്ചിട്ട് പോയ്സണിങ് ആവുകയാണെങ്കിൽ കൊടുക്കുന്നൊരു സാധനമാണ് എന്ത്, ബെൻഡോനൈറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. സോ ആന്റി മൈക്രോബിയൽ മൈക്രോബിയൽസിന്റെ ഗ്രോത്ത് കുറയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. കെമിക്കൽ ഏജന്റ് ദാറ്റ് ഡിസ്ട്രോയ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം. സോ ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ പോലുള്ള സാധനങ്ങളും അതൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കുന്ന സ്പോർസ് ഇല്ലേ, ഈ സ്പോർസിനെ ഒരു കാരണവശാലും നശിപ്പിക്കില്ല. ആന്റിസെപ്റ്റിക് ആണെങ്കിലോ മൈക്രോബിയൽ ഗ്രോത്ത് ഓൺ ദ സ്കിൻ ആണ്. തിരിഞ്ഞു പോகிறது ആന്റിസെപ്റ്റിക്കും ഡിസ്ഇൻഫെക്റ്റന്റ് രണ്ടാണ്. സോ രണ്ടും മൈക്രോ ഓർഗാനിസിന്റെ ഗ്രോത്ത് തന്നെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ലിവിങ് ടിഷ്യൂലും ഒന്ന് നോൺ ഇനാനിമേറ്റ് ഒബ്ജക്ട്സും ആണ്. സോ എക്സാമ്പിൾ ഫീനോൾ അയോഡിൻ ആണ്. ഡിസ്ഇൻഫെക്റ്റ് ആണെങ്കിലോ so prevent microorganism on a non-living surface like surgical instrument, sputum disinfection, alcohol, chlorine compounds ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജെർമിസൈഡ് ആണ്. ഇവിടെ മൈക്രോ ഓർഗാനിസം ഓക്സിഡേഷൻ, എൻസൈം പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ വഴിയിട്ടാണ് മൈക്രോ ഓർഗാനിസം എല്ലാത്തിനെയും കൊല്ലുന്നത്. എക്സാമ്പിൾ ഫംഗിസൈഡ്, വിറുസൈഡ്സ് ഒക്കെയാണ്. അല്ലെങ്കിൽ വിറുസൈഡ്സ് ഫോർ വൈറസ് ആൻഡ് ഫംഗിസൈഡ്സ് ഫോർ ഫംഗസ് ആണ്.
നെക്സ്റ്റ് വൺ ഇസ് ബാക്ടീരിയോസ്റ്റാറ്റിക്സ് ആണ്. ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത് വിത്തൗട്ട് കില്ലിംഗ് ദം. സോ ഇവിടെ ബാക്ടീരിയോസ്റ്റാറ്റിക്കും ഉണ്ട്, സിഡലും ഉണ്ട് കേട്ടോ. സോ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ സ്റ്റാറ്റ്, അതായത് അവിടെ നിർത്തുവാണ് ചെയ്യുക. എന്താണ്, അവരെ കൊല്ലാതെ അവരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് നിർത്തുവാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ സാനിറ്റൈസർ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കുവാണ് ചെയ്യുക. ഇനി സ്റ്റെറിലൈസേഷൻ ഉണ്ട്, അതെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിനെ ഫിസിക്കലോ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡിലൂടെ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആന്റി മൈക്രോബിയൽ ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ. സോ ആന്റി മൈക്രോബിയൽ ഏജൻസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം? ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ. പേര് പറയുന്ന പോലെ തന്നെ റെഡ്യൂസിങ് ഗ്രൂപ്പ് ഇൻ പ്രോട്ടീൻ ഗെറ്റ് ഓക്സിഡൈസ്. സോ റെഡ്യൂസിങ് ഗ്രൂപ്പ്സുകളെല്ലാം ഓക്സിഡൈസ് ആയി മോളിക്യൂൾ സ്ട്രക്ചർ മാറ്റി അങ്ങനെ പ്രോട്ടീൻ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് ഹാലോജിനേഷൻ ആണ്. ക്ലോറിനേഷൻ ഓഫ് പ്രോട്ടീൻ പെപ്റ്റൈഡ് ബോൺസ് ഓൾട്ടർ സ്ട്രക്ചർ ആൻഡ് ലീഡ് ടു സെൽ ഡിസ്ട്രക്ഷൻ. സോ ഇവിടെ പെപ്റ്റൈഡ് ബോൺസ് അല്ലെങ്കിൽ ക്ലോറിനേഷൻ ഓഫ് പ്രോട്ടീൻ പെപ്റ്റൈഡ് ബോൺസ് ആണ്. ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന പെപ്റ്റൈഡ് ബോൺസിനെ ക്ലോറിനേറ്റ് ചെയ്യുവാണ് ചെയ്യുക, അങ്ങനെ സ്ട്രക്ചർ മാറ്റി സെൽ ഡിസ്ട്രക്ട് ചെയ്യുന്നു. അയഡിൻ ബേസ്ഡ് കോമ്പൗണ്ട് ഒക്കെയാണ് ഹാലോജിനേഷൻ എക്സാമ്പിൾ വരിക. നെക്സ്റ്റ് വൺ ഇസ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ്. ഇവിടെ മെറ്റൽ അയോൺസ് ഇന്ററാക്ട് വിത്ത് പ്രോട്ടീൻ ടു ഫോം ഇനാക്റ്റീവ് കോംപ്ലക്സ്. സോ മെറ്റൽ അയോൺസുകൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുമായിട്ട് ഫോം ചെയ്തിട്ട് ഇനാക്റ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എക്സാമ്പിൾ ബോറിക് ആസിഡ്, ബൊറാക്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. സോ കോമൺ ആന്റി മൈക്രോബിയൽ ഏജൻസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ KMnO4. സോ ഡാർക്ക് പർപ്പിൾ ക്രിസ്റ്റൽ ആണ്, സ്വീറ്റിഷ് അസ്ട്രിഞ്ചൻ ടേസ്റ്റ്, ഒരു മധുരമാണ് കേട്ടോ, സോലബിൾ ഇൻ വാട്ടർ ആണ്. സോ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ലൈക്ക് വൂണ്ട്, അൾസറിലൊക്കെ ഉപയോഗിക്കാം. ആന്റിസെപ്റ്റിക് ആണ്, മൗത്ത് വാഷ് ആണ്. ആൻഡോട്ട് ഫോർ ബാർബിച്ചുറേറ്റ്സ്, അൽക്കലോയിഡ്സ്, പോയ്സണിങ് ഒക്കെയാണ് കേട്ടോ. സോ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ ഇസ് ബോറിക് ആസിഡ് ആണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ സോൾട്ട് ഓർ ലെസ് സ്വീറ്റ് ടേസ്റ്റ്, സോലബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. സോ വൈറ്റ് ക്രിസ്റ്റലൈൻ സോൾട്ട് ആണ്, മണമൊന്നും ഇല്ല കേട്ടോ, സ്വീറ്റ് ടേസ്റ്റ് ആണ്, വെള്ളത്തിൽ ആൽക്കഹോളും സോലബിൾ ആണ്. യൂസ് പറയുവാണെങ്കിൽ ആന്റിസെപ്റ്റിക് ഫോർ മൈനർ കട്ട്, കുഞ്ഞു കട്ട്, മുറിവൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ നമ്മൾ ആന്റിസെപ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. അസ്ട്രിഞ്ചൻ ആണ്, ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ഇൻസെക്ടിസൈഡ് ആണ്, ബഫർ സൊല്യൂഷൻ ആയിട്ടും ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ബഫർ സൊല്യൂഷൻ മെയിൻ സാധനമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2 ആണ്. കളർലെസ് ലിക്വിഡ്, ബിറ്റർ ആസിഡ് ടേസ്റ്റ്, മിസിബിൾ ഇൻ വാട്ടർ. സോ യൂസ് ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ്, ബ്ലീച്ചിങ് ഏജന്റ്, ടൂത്ത് വൈറ്റനിങ്, ആൻഡോട്ട് ഇൻ ഫോസ്ഫറസ് ആൻഡ് സൈനൈഡ് പോയ്സണിങ്. സോ ഫോസ്ഫറസ്, സൈനൈഡ് പോയ്സണിങ്ങിനൊക്കെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ ബ്രീഫ് നോട്ട്സ് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് വേണം, നമ്മുടെ ഫ്രീ മെറ്റീരിയൽ നോക്കുക, അതിനകത്ത് ഇച്ചിരി കൂടെ അധികം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്രേൻ്റെ ആവശ്യമില്ല, ഇത്രയും തന്നെ ധാരാളമാണ്. നെക്സ്റ്റ് വൺ ഇസ് ക്ലോറിനേറ്റ് ലൈം ആണ്, ബ്ലീച്ചിങ് പൗഡർ. സോ മോളിക്കുലർ ഫോർമുല CaOCl2 ആണ്. സോ മോളിക്കുലർ വെയിറ്റ് 142.98 ഗ്രാം പെർ മോൾ ആണ്. സോ പ്രിപ്പയർ ചെയ്യുന്നത് സ്ലേക്കഡ് ലൈമിൽ നിന്നാണ്. നമ്മൾ ക്ലോറിനേറ്റ് ഗ്യാസ് കടത്തി വിട്ടിട്ട് സ്ലേക്കഡ് ലൈമിലേക്ക് കടത്തി വിട്ടിട്ട് 25 ഡിഗ്രി സെൽഷ്യസ് വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബ്ലീച്ചിങ് പൗഡർ കിട്ടുവാണ് ചെയ്യുക. വൈറ്റ് ഗ്രേഷ് പൗഡർ ആണ്, ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലാണ്, ഒരു സ്ട്രോങ് ഓർഡർ ആണ് ക്ലോറിൻ്റെ. പിന്നെ പാർഷ്യലി സോൾബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. യൂസ് ബാക്ടീരിയൽ ആക്ഷൻ ആണ്. സോ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ക്ലീനിങ് ഏജന്റ് ആണ്. പിന്നെ ബാക്ടീരിയ ഏജൻസ്, ബ്ലീച്ചിങ് ഏജൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡൈ ഒക്കെ ഇല്ലേ, കളറൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് അയഡിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്കുലർ ഫോർമുല I2 ആണ്. സോ ലബോറട്ടറിയിൽ അയഡിൻ പ്രിപ്പയർ ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രേറ്റ് Ki അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രേറ്റ് ഡൈലൂട്ട് H2SO4 അല്ലെങ്കിൽ MnO2 നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഒന്നുകൂടെ പറയാം. Ki or NaL ഡൈലൂട്ട് വിത്ത് H2SO4 MnO2 ആണ്. സോ ഗ്രേസ് വയലറ്റ് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് സോൾഡ് ആണ്. പഞ്ചൻ ബിറ്റർ ടേസ്റ്റ് ആണ്. വോളറ്റിൽ ഇൻ നേച്ചർ, തുറന്നു വെച്ചാൽ പെട്ടെന്ന് നീരാവിയായിട്ട് പോകും കേട്ടോ. ഇൻസോലബിൾ ഇൻ വാട്ടർ, സോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അയഡിൻ ഡെഫിഷ്യൻസി, മോസ്റ്റ് യൂസ് അയഡിൻ ഡെഫിഷ്യൻസി ആണ്. നമ്മുടെ ബോഡിയിൽ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയഡിൻ നമുക്ക് കൊടുക്കാം. പിന്നെ അയഡിൻ ഓയിൽമെന്റിൽ കൗണ്ടർ ഇറിറ്റന്റ്. കൗണ്ടർ ഇറിറ്റന്റ് എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ അമൃതാഞ്ജൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ബോഡി തേക്കുമ്പോൾ സംഭവിക്കുക, നമുക്ക് ചെറിയൊരു വേദനയും നീറ്റിലും എരിച്ചിലും ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വേദന മറന്നു. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറയുക. അപ്പം അയഡിൻ ഓയിൽമെന്റ് ആക്ട് ആസ് എൻ കൗണ്ടർ ഇറിറ്റന്റ്. സോ പ്രിപ്പറേഷൻ ഓഫ് അയഡിൻ സൊല്യൂഷൻ ആണ്. അക്വസ് സൊല്യൂഷൻ, ലുഗോൾ സൊല്യൂഷൻ. സോ ബേസിക്കലി നോൺ ആൽക്കഹോൾ ആണ്. കണ്ടെയ്ൻ 5.0% വെയിറ്റ് ബൈ വോളിയം ഓഫ് I2 ആൻഡ് 10% വെയിറ്റ് ബൈ വോളിയം ഓഫ് Ki ആണ്. സോ ഡിസോൾവ് 50 ഗ്രാം I2. നമ്മൾ I2 50 ഗ്രാം എടുക്കുക, 100 ഗ്രാം Ki ഇൻ 100 ml
ഡിസ്റ്റിൽഡ് വാട്ടർ വിത്ത് സ്റ്റിയറിംഗ്. സോ വീക്ക് അയഡിൻ സൊല്യൂഷൻ ആണെങ്കിൽ അയഡിൻ ടിഞ്ചർ എന്ന് പറയും. അതിൽ 2% I2 ആൻഡ് 2.5% KI ആണ്. സെയിം ആണ്, പക്ഷെ ആൽക്കഹോളാണ് ആൻഡ് 100 ml മേക്കപ്പ് ചെയ്യുന്നു. സ്ട്രോങ് അയഡിൻ ആണെങ്കിൽ 10%, 6%, 100 gram I2 ആൻഡ് 60 gram KI ആൽക്കഹോളാണ്. ടിഞ്ചർ ഓഫ് അയഡിൻ ആണെങ്കിൽ 2% I2, 2.4% KI ഇൻ ഡൈലൂട്ട് ആൽക്കഹോൾ ആണ് വരിക. പോവഡൻ ആയിട്ടാണെങ്കിൽ 9% to 12% I2 ആൻഡ് കോംപ്ലക്സ് ഓഫ് അയഡിൻ വിത്ത് പോളിമർ പോവഡോൺ. സോ ഇവിടെ ഒരു കോംപ്ലക്സേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്താണ് കോംപ്ലക്സ് ഓഫ് അയൺ വിത്ത് പോളിമർ ഓഫ് പോവഡോൺ അയഡിൻ ആണ്. ഇങ്ങനെയാണ് ഇവിടെ ബേസിക്കലി വരുന്നത് കേട്ടോ. ഇത് മറന്നു പോരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സിനോണിം ബേസ് നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒന്നുമില്ല സംഭവിച്ചാൽ അതിനെപ്പറ്റി ഓരോ തന്നെ ഡ്രഗ് എന്താണ് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.